പ്രിയ സുഹൃത്തുക്കളെ, അടിയന്തരമായും ഇങ്ങനെ ഒരു യോഗം കൂടേണ്ടി വന്നത് കേരളത്തിൽ മുൻഗണനാ കാർഡുകാരുടെ മസ്റ്ററിംഗ് പ്രവർത്തനം ആരംഭിക്കുകയുണ്ടായി. കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ പലവിധ ചർച്ചകൾ സാങ്കേതിക വിദഗ്ധരുമായി പലവട്ടം നടത്തിയാണ് ഈ പ്രവർത്തനങ്ങളിലേക്ക് ഭക്ഷ്യവകുപ്പ് മുന്നോട്ട് പോയത്. എന്നാൽ സാങ്കേതിക തകരാറുകൾ കാരണം ഇന്നത്തെ മസ്റ്ററിംഗ് പ്രവർത്തനം പൊതുവിൽ അസൗകര്യം ഉണ്ടാക്കിയിരിക്കുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കേരളത്തിൽ 1,54,00,000 ആളുകൾ മസ്റ്ററിംഗിൻ്റെ വേദിയിലേക്ക് വരേണ്ടുന്ന ഒരവസ്ഥയാണ്. അത് കണ്ടുകൊണ്ടാണ് അരി വിതരണം 3 ദിവസം നിർത്തിവെച്ചുകൊണ്ട് ഈ മസ്റ്ററിങ്ങിനൊരു ക്രമീകരണം വരുത്തി ആ പ്രവർത്തനം ഇന്ന് രാവിലെ മുതൽ ആരംഭിച്ചത്. ഇന്നലെയും IT സെക്രട്ടറി അടക്കമുള്ള സാങ്കേതിക മേഖലയിലുള്ള ഉദ്യോഗസ്ഥരുടെ യോഗം ഞാൻ തന്നെ നേരിട്ട് വിളിക്കുകയുണ്ടായി. കഴിഞ്ഞ ദിവസം രാജ്യത്തെ തന്നെ വിവിധ വകുപ്പുകളുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ പ്രവർത്തനങ്ങളെ അതിൻ്റെ ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി. ആ ചർച്ചകളിലൂടെയാണ് 3 ദിവസം തടസ്സങ്ങളും തകരാറുകളും ഉണ്ടാകാൻ സാധ്യതയില്ല എന്നുള്ള റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം ക്രമീകരണം ഉണ്ടാക്കിയത്. എന്നാൽ ഇന്ന് കേരളത്തിലെ എല്ലാ റേഷൻ കടകളുമായി ബന്ധപ്പെട്ട് രാവിലെ തന്നെ എത്തിച്ചേർന്ന മുൻഗണനാ കാർഡുകാർ അവർക്കുണ്ടായ അസൗകര്യം കണക്കിലെടുത്തുകൊണ്ട് തൽക്കാലം നിർത്തിവെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ചില ക്രമീകരണങ്ങളിൽ ഞങ്ങൾ രാവിലെ സിവിൽ സപ്ലൈസ് വകുപ്പ് ഡയറക്ടർ അടക്കമുള്ള ഉദ്യോഗസ്ഥരുമായി ഇതിനെ സംബന്ധിച്ച് നടത്തിയ ചർച്ചയിൽ മുൻഗണനാ കാർഡിൽ മഞ്ഞ നിറത്തിലുള്ള കാർഡ്, BPL ഫാമിലിയിൽ ഏറ്റവും താഴെ അറ്റത്ത് നിൽക്കുന്ന മഞ്ഞ നിറ കാർഡ് 5 ലക്ഷത്തിലധികം പേർ കേരളത്തിലുണ്ട്. 5 ലക്ഷത്തിലധികം കാർഡുകാർ കേരളത്തിലുണ്ട്. ഇന്ന് നമുക്ക് ആ മഞ്ഞ നിറ കാർഡുകാർ വന്നവർ തിരിച്ചു പോകാതെ മസ്റ്ററിങ്ങിലേക്ക് പങ്കെടുക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ചുവപ്പ് നിറത്തിലുള്ള കാർഡുകാർ നമുക്കൊരു ക്രമീകരണം ഇന്ന് തന്നെ IT ഉദ്യോഗസ്ഥരുമായി ഉച്ചയ്ക്ക് ചർച്ച നടത്തി നാളെ മുതലൊരു ക്രമീകരണം വരുത്തണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മഞ്ഞ നിറ കാർഡുകാർ ഇന്ന് രാവിലെ എത്തിയ ആളുകൾ അവർക്ക് വീണ്ടും ഒരു ദിവസം കൂടെ വരുന്നത് ഒഴിവാക്കാൻ കഴിയുന്ന അവസ്ഥയിൽ ഇന്ന് അവർക്ക് മസ്റ്ററിംഗ് നടത്താൻ സൗകര്യമൊരുക്കാനാണ് നിർദ്ദേശമായി നൽകുന്നത്. ഒന്ന്, മാധ്യമങ്ങളിലൂടെ ജനങ്ങൾ അറിയേണ്ടുന്നത് ഇതിനു വേണ്ടുന്ന ക്രമീകരണം പല വിധത്തിൽ നടത്തി. ഞാൻ രാവിലെ നോക്കുമ്പോൾ റേഷൻ ഷോപ്പുകളിലൂടെ അരി വിതരണം നടത്തരുതെന്ന് നിർബന്ധപൂർവ്വം പറഞ്ഞിരുന്നതാണ്. എന്നാൽ ചില കടക്കാർ അരി വിതരണം നടത്തുകയുണ്ടായി. അപ്പോൾ രണ്ടും ഒരുമിച്ച് വന്നാൽ സാങ്കേതിക തകരാറ് വരാൻ സാധ്യതയുണ്ടെന്ന് കഴിഞ്ഞ ദിവസങ്ങൾ മനസ്സിലാക്കിയതുകൊണ്ടാണ് അരി വിതരണം 3 ദിവസം നിർത്തിവെച്ചുകൊണ്ട് ഈ പ്രവൃത്തിയിലേക്ക് പോകണമെന്ന് ഉദ്ദേശിച്ചത്.